ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ തഖ്വ വരുത്തേണ്ട മേഖലകളിലെല്ലാം തഖ്വ വരുത്തിക്കൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച കാഴ്ചകളെപ്പറ്റി, അഥവാ നമ്മുടെ ജോലിയിലെ, നമ്മുടെ ബിസിനസ്സിലെ, നമ്മുടെ മക്കളിലെ, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഉയർച്ച കാഴ്ചകളെപ്പറ്റി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെ തന്നെ നാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. എൻ്റെ വിശ്വാസം ഇപ്പോൾ എവിടെയാണ്? ഞാൻ അല്ലാഹു പറഞ്ഞ നിലയിലുള്ള ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടാണോ ഇപ്പോൾ ജീവിക്കുന്നത്? ഇന്ന് ഞാൻ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയായി, റബ്ബ് തൃപ്തിപ്പെട്ട ഒരടിമയായിട്ടാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്നുള്ള കാര്യം. അതുകൊണ്ട് ഓരോ നിമിഷവും നാം ചിന്തിക്കേണ്ട, നാം അളവിന് വിധേയമാക്കേണ്ട കാര്യമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അടയാളങ്ങൾ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്ത് അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, യഥാർത്ഥ വിശ്വാസികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് അവരോട് സ്മരിക്കപ്പെട്ടാൽ, അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ ഹൃദയം കിടുങ്ങുമെന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ അവരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി, അള്ളാഹുവിൻ്റെ സ്നേഹത്തെപ്പറ്റി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പറ്റി അപ്പം ഓർക്കും. അതൊരു വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അത് നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞു, വഇദാ തുലിയത് അലൈഹിം ആയാതുനാ സാദത്ഹും ഈമാനാ, അല്ലാഹുവിൻ്റെ ആയത്ത് അവർക്ക് കേൾപ്പിച്ചു കൊടുത്താൽ അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിപ്പിക്കും. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഒരു ആയത്ത് കേട്ട് കഴിഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ, അവരൊരു തിന്മ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഉടനെ അതവരെ അവസാനിപ്പിക്കും. ഒരു നന്മയിലേക്ക് അവരെടുത്ത് ചാടുകയും ചെയ്യും. അവർ ഉടനെ നന്മകൾ ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തത് പറഞ്ഞത് വഅലാ റബ്ബിഹിം യതവക്കലൂന എന്നുള്ളതാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, എന്ത് തന്നെ വന്നാലും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പരമേൽപ്പിക്കുന്നവരായിരിക്കും. എനിക്കെൻ്റെ റബ്ബ് മതി. നാലാമത് വീണ്ടും അല്ലാഹു പറഞ്ഞു, അല്ലദീന യുഖീമൂനസ്സലാത്ത്, അവർ നമസ്കാരം നിലനിർത്തും. നമസ്കരിക്കുന്നവരെ നല്ല പറഞ്ഞത്, നമസ്കാരം നിലനിർത്തും. എങ്ങനെ? ജീവിതത്തിലെ എല്ലാ തിരക്കുകളും കഴിഞ്ഞതിന് ശേഷം നിസ്കാരം എന്നുള്ളതല്ല, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബാക്കി ദുനിയാവിലെ തിരക്കുകൾ. അങ്ങനെയായിരിക്കും മുഅ്മിന്റെ ജീവിതം, ഒരു വിശ്വാസിയുടെ ജീവിതം. അവന് ജമാഅത്തിന് വരാൻ, പള്ളിയിൽ വരാൻ, നിസ്കരിക്കാൻ അവന് കാലാവസ്ഥ പ്രശ്നമായിരിക്കുകയില്ല, അവൻ്റെ മറ്റൊന്നും പ്രതിസന്ധിയായിരിക്കുകയില്ല. അതാണ് അല്ലദീന യുഖീമൂനസ്സലാത്ത്. അവസാനമായി അല്ലാഹു പറഞ്ഞു, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു അവന് കൊടുത്ത സമ്പത്ത്. തന്നെയാണ് അല്ലാഹു പറഞ്ഞത്, കഷ്ടപ്പെട്ടാൽ സമ്പത്ത് കിട്ടുകയില്ല, വിയർപ്പൊഴുക്കിയാൽ സമ്പത്ത് കിട്ടുകയില്ല. നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട, നമ്മളെപ്പോലെ വിയർപ്പൊഴുക്കിയ എത്രയോ ആളുകളുണ്ട്. നമ്മൾ അതേ ജോലി എടുത്തവർ, പക്ഷേ ജീവിതത്തിൽ ഇതുവരെ ഒന്നുമാവാത്തവർ. അപ്പം സമ്പത്ത് അത് അല്ലാഹു നൽകുന്നതാണ്. അതിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ചിലവഴിക്കുകയും ചെയ്യും. ഇതാണ് ഒരു വിശ്വാസിയുടെ അടയാളം. ഇതിന് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഈ അടയാളങ്ങളൊന്നും നമ്മൾ ഇല്ലെങ്കിലും, ഇതിലുള്ളതൊക്കെ നമ്മൾ വിശ്വാസികളാണ്. ഈ അടയാളങ്ങളൊക്കെ, ഈ അടയാളങ്ങൾ നമ്മൾ ഇല്ലെങ്കിലും, അള്ളാഹുവിൻ്റെ ആയത്ത് കേൾപ്പിച്ചാൽ, അള്ളാഹുവിനെ കുറിച്ച് എത്ര പറഞ്ഞു കൊടുത്താലും ഹറാമിൽ നിന്ന് പിന്മാറാത്തവർ, നന്മ ചെയ്യാൻ തോന്നാത്ത ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ജീവിതത്തിലെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടുക? സുബ്ഹാനല്ലാഹ്, നിഫാഖിൻ്റെ, കപടതയുടെ അടയാളങ്ങളാണ്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ വരുത്തണം.
ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥ വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കണം. കാരണം അത് മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുകയുള്ളൂ. മുഅ്മിനീങ്ങൾ മാത്രമേ നാളെ അല്ലാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈമാനോടുകൂടി നിന്നെ കണ്ടെത്താനുള്ള, നിന്നെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ലഭിക്കണേ നാഥാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ജസാകുമുല്ലാഹു ഖൈറൻ വബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.